ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് പൊസിഷനിലേക്ക് വരാം. ക്ലോസർ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ ഒരു ഗ്രില്ലിന് കൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എലമെന്റിനെ നമുക്ക് മെട്രിക്സ് എലമെന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അഡാസ് ലെവൽ 2ന്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെയായിട്ട് നമ്മുടെ ആക്റ്റീവ് എയർ ഇൻടേക്ക് കാണാം. നമുക്ക് എയർ ആവശ്യമുള്ള സമയത്ത് മാത്രം വലിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു എയറോഡൈനാമിക് സിസ്റ്റം ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം തുറക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു ഹുണ്ടായുടെ എച്ച് എംബ്ലത്തിന് താഴെയായിട്ട് തന്നെ, എച്ച് എംബ്ലത്തിന് താഴെയായിട്ടല്ല, എച്ച് എംബ്ലം അതിന് പുറകിലായിട്ട് തന്നെയാണ് ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ വാഹനങ്ങൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ചാർജിങ് പോർട്ട് ആ ഒരു ഫ്രണ്ട് സൈഡിൽ ആ ഒരു രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് തന്നെ അവിടെ ചാർജിങ് ഇൻഡിക്കേഷൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള 4 സ്ക്വയർ ബോക്സുകൾ കാണാം. ഈ ഒരു കണക്ടറിന്റെ ചുറ്റുഭാഗത്തായിട്ടും LED കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചാർജ് ചെയ്യാത്ത സമയത്ത് ബ്ലൂ കളറും അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറും, ഇനി ചാർജിങ്ങിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ റെഡ് കളറിലും പ്രകാശിക്കുന്നതാണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള DRL യൂണിറ്റുകൾ കാണാം. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം. ഓക്കെ, ഫ്രണ്ട് സൈഡ് ഓവറോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ 360 ക്യാമറ വ്യൂവിനുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ സൈഡ് പാനലുകളും അതുപോലെ തന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. പഴയ ക്രെറ്റയെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രെറ്റ കുറച്ചുകൂടി ലെങ്തിയാണ്. സാധാരണ ക്രെറ്റയേക്കാളും 10 മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ 20 മില്ലിമീറ്റർ ഹൈറ്റും കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ 190 മില്ലിമീറ്റർ എന്നുള്ളത് 200 മില്ലിമീറ്ററിലായി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു EV സെഗ്മെന്റിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ വരുന്ന രീതിയിലുള്ള അലോയ്, ആ ഒരു ഡിസൈനിൽ തന്നെയാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ചിന്റെ അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഒരു എയറോഡൈനാമിക് ഡിസൈനിലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പുറകുവശത്തേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. തൊട്ടു മുന്നേയുള്ള ക്രെറ്റയിൽ നമ്മൾ കണ്ടു ശീലിച്ച കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെയും കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് വരുന്ന ഡിഫ്യൂസറിൽ ആ ഒരു ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഇറങ്ങിയ അവസാനത്തെ മോഡൽ ക്രെറ്റയിൽ താഴെയായിട്ട് സെൻട്രലായിരുന്നു അതിന്റെ റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പിന്റെ കൂടെ ആയിട്ട് വരുന്ന സ്പോയിലർ, അതിന് മുകളിലായിട്ട് വരുന്ന ഷാർക്ക് ഫിൻ ആന്റിന കാണാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് കപ്പാസിറ്റിയിലേക്ക് വരാം. ഇതിന് മുന്നേയുള്ള ക്രെറ്റയുടെ സെയിം ബൂട്ട് കപ്പാസിറ്റിയാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. 433 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് പാനലും അതുപോലെ തന്നെ ബാക്ക് പാനലിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്.